വിശദമായ വാർത്തകളിലേക്ക് ദി ന്യൂസ് ബ്ലാസ്റ്റിൽ നമ്മൾ കടക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിങ്ങളാണ് എല്ലാം എന്ന് കരുതരുതേ എന്നും എല്ലാം മന്നത്തിന്റെ സംഭാവനയാണ് എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. താനാണ് പ്രസിഡന്റ്, താനാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് നിങ്ങൾ വരരുതേ എന്ന് പറയരുതേ എന്നും CP രാധാകൃഷ്ണൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. പെരുന്നാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. ഒന്നുകിൽ ഇരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് പ്രതികരണം. തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. ആ കോസ്മിക് ലോ പ്രകാരം അതിൻ്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോൾ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും, ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ, ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷേ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റ് ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാവരുത്. പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നിഷേധിച്ചുവെന്ന് പരാതിപ്പെട്ട മുൻ ബംഗാൾ ഗവർണർ ആനന്ദ ബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ദില്ലിയിൽ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേരള സന്ദർശനത്തിനിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല. YS അഭിനന്ദും സജോ ദേവസ്യയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അഭിനന്ദിലേക്ക് പോയാൽ, അഭിനന്ദ, ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, വലിയ വിവാദമായ സംഭവമായിരുന്നു CV ആനന്ദബോസിന് മന്നം സമാധിയിൽ പെരുന്നയിലേക്ക് എത്തിയപ്പോൾ സന്ദർശനത്തിനുള്ള അനുവാദം നിഷേധിച്ചു എന്നുള്ളത്. അതിനുശേഷം പിന്നീട് സുരേഷ് ഗോപിക്കും ഒരു തവണ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ബജറ്റിന്റെ സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടേക്ക് വരികയും തിരക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് വന്ന സമയം ശരിയായില്ല എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ അന്നും വലിയ അതൃപ്തി സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാകുകയും വിമർശനം ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. CP രാധാകൃഷ്ണനും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ഡോഗ് സ്ക്വാഡൊക്കെ വന്ന് കയറിയാൽ അത് മന്നത്തിന്റെ ഒരു ശുദ്ധിയെ ബാധിക്കുമെന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു അന്ന് വാദങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ പെരുന്നയ്ക്കൊരു ബദൽ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നു. മന്നം സമാധി ഇനി പെരുന്നയിൽ മാത്രമല്ല ദില്ലിയിലും. ഇവിടെ ആർക്കും സ്വാഗതം, ആർക്കും വരാം. ഇവിടെ വലിപ്പച്ചെലുപ്പ വ്യത്യാസങ്ങളില്ല, അല്ലെങ്കിൽ ആരെയും മാറ്റി നിർത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി അത് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് നേരെയുള്ള ഒളിയമ്പുകളല്ലേ അഭിനന്ദ? ഷിഗാസ്, വലിയ വിവാദം തന്നെയായിരുന്നു CP രാധാകൃഷ്ണന് മന്നം സ്മൃതി മണ്ഡപത്തിൽ, പെരുന്നയിലെ മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കുള്ള അനുമതി നിഷേധിച്ച റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ അതൊരു വലിയ വിവാദ വിഷയമായി അത് മാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലി സ്മൃതി മണ്ഡപത്തിൽ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നയ്ക്ക് ബദലായി ദില്ലി സ്മൃതി മണ്ഡപത്തിൽ ഒരുക്കിയതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നയാളാണ് പ്രസിഡന്റ്, ഇന്നയാളാണ് മുഖ്യമന്ത്രി, ഇന്നയാളാണ് പ്രസിഡന്റ്, ഇന്നയാളാണ് ജനറൽ സെക്രട്ടറി എന്ന് കരുതി ഇന്നയാൾ തന്നെ അവിടെ വരണമെന്ന് പറയുന്നത് ശരിയല്ല. മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായി നിയോഗിച്ച ഉപകരണങ്ങൾ മാത്രമാണ് ഇവരെല്ലാം. അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട വേണം. അല്ലാതെ സെലക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ദില്ലി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഉപരാഷ്ട്രപതി പ്രതികരിച്ചത്. കാരണം ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഹെലിപ്പാഡിൽ അവിടെ ഇറങ്ങുന്നു. ഹെലിപ്പാഡിൽ ഇറങ്ങിയതിനു ശേഷം പെരുന്നയിലെ ആസ്ഥാനത്ത് എത്തി പുഷ്പാർച്ചന നടത്താനായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ഉദ്ദേശ്യം. പക്ഷേ അവിടെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അങ്ങനെ മുൻകൂട്ടി അറിയിക്കാതെയാണ് അവിടെ എത്തിയത്. ഡോഗ് സ്ക്വാഡ് അടക്കം അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല, അതൊക്കെ വലിയ രീതിയിൽ തന്നെ ശുദ്ധിയടക്കം ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നിഷേധം, അനുമതി നിഷേധം അത് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും പ്രതികരണം നേരിട്ട് അതേ പരിപാടിയിൽ തന്നെ നൽകിയിരിക്കുന്നു. NSS തന്നെ സംഘടിപ്പിച്ച പരിപാടിയിൽ തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേര് എടുത്ത് പറഞ്ഞില്ലെങ്കിലും സുകുമാരൻ നായർക്കെതിരായിട്ടുള്ള വിമർശനമാണെന്ന് കൃത്യമായി അറിയാം. ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് കരുതി, ഞാനാണ് പ്രസിഡന്റ് എന്ന് കരുതി ഇന്നയാൾ തന്നെ അവിടെ എത്തണം എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കയ്യടിയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നു. ദില്ലി സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്ത് അവിടെ പുഷ്പാർച്ചന നടത്തിയാണ് ഉപരാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങിയത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പ്രതികരണവും ഈ സംഭവത്തിന് ശേഷം വന്നു.
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പെരുന്നയിൽ ശുദ്ധീകരണം ഉണ്ടാകണം. പെരുന്നയിൽ ശുദ്ധീകരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന് ശേഷം അത് പ്രകടമായി എന്ന് പറയുമ്പോൾ അതെന്ത് ഉദ്ദേശിച്ചതിന് കൃത്യമായ രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന്